അപ്പോൾ എന്താണ് സ്നാനം? ഈ വെള്ളം തളിക്കുന്നതാണോ അല്ലെങ്കിൽ പിടിച്ച് മുക്കുന്നതാണോ? അതല്ല ശരിക്കും സ്നാനം എന്നുള്ളത് ഒരു ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല. സ്നാനത്തിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. പണ്ട് ആൾക്കാരെല്ലാം കൃഷിക്കാരായിരുന്നു. അവരുടെ ഉപജീവന മാർഗ്ഗം കൃഷിയായിരുന്നു, അല്ലെങ്കിൽ ആട് മേയ്ക്കുന്ന അല്ലെങ്കിൽ കന്നുകാലി വളർത്തുന്ന ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു മേജർ അന്നത്തെ കാലഘട്ടത്തിൽ, ഈ മതങ്ങളൊക്കെ രൂപം കൊള്ളുന്ന സമയത്ത്. യെരുശലേം ദേവാലയം, അതുപോലെ അവരുടെ മതപഠനശാലകൾ, സിനഗോഗുകൾ എന്ന് പറയും, മതപഠനശാലകൾ. സോ അവിടെ കുഞ്ഞുങ്ങളോ മുതിർന്ന ആൾക്കാരോ പ്രാർത്ഥിക്കാനോ മതപഠനത്തിനോ വരുമ്പോൾ അവർ വരുന്നത് മിക്കവാറും കൃഷി സ്ഥലങ്ങളിൽ നിന്നോ അത് കന്നുകാലികളെ മേച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ കാലിൽ ചെളിയുണ്ടാകും, ദേഹത്തൊക്കെ മുഷിഞ്ഞലുണ്ടാകും, വേർപ്പ് നാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ എല്ലാ സിനഗോഗുകളുടെയും ഫ്രണ്ടിൽ ഒരു നാച്ചുറൽ റിസോഴ്സ്, വാട്ടർ റിസോഴ്സ് ഉണ്ടാവും. അവിടെ ഇറങ്ങി മുങ്ങിക്കുളിച്ചിട്ട് മാത്രമേ അകത്ത് കയറാവൂ. അതൊരു വിശ്വാസമല്ല, അതൊരു ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം അകത്ത് വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാതെ, അവിടെ മലിനമാകാതെ അന്തരീക്ഷത്തെ നമുക്ക് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള റീസൺ. ഇതാണ്.